റെഡി. അപ്പം ഇന്ന് പത്രസമ്മേളനത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എനിക്ക് നൽകിയ അംഗീകാരത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ താർക്കികന്മാർ പ്രശ്നത്തിലേക്ക് ഇറങ്ങില്ല, ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉന്നയിക്കും. അദ്ദേഹം പറഞ്ഞു ബുദ്ധിജീവി, എഴുത്തുകാരൻ, പ്രഭാഷകൻ, എല്ലാം നല്ല അംഗീകാരം തന്നെ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ പോലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടൊരാളല്ല. ഞാൻ അദ്ദേഹത്തെ പോലെ എല്ലാം പഠിച്ചു പറയുന്ന ഒരാളല്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ പോലെ നിയമസഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സബ്മിഷനുകൾ ഉന്നയിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ക്രമപ്രശ്നം ഉന്നയിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന അസാധാരണ ശേഷിയുള്ള ഒരാളുമല്ല. ഇതെല്ലാം ഞാനാണ് എന്ന് പറയുന്ന ഒരാൾക്ക് മറ്റൊരാളൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് കിടക്കാതെ ഈ രൂപത്തിൽ പറയുന്നതാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആകണം എന്നാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പ്രതിപക്ഷ മേധാവിനെ പോലെ സംസാരിക്കുന്നു. അദ്ദേഹം എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതനുസരിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, ഇങ്ങനെ മറുപടി പറയുമ്പോൾ ഞാൻ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം സാധൂകരിച്ചു. വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രതികരണത്തോടുകൂടി അദ്ദേഹം ശരിക്കും മുഖ്യമന്ത്രിയാകാൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അവർക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. ഭൂരിപക്ഷം കിട്ടി അവരുടെ പാർട്ടി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം ആ പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയോ ആ മുന്നണിയുടെ മാത്രം മുഖ്യമന്ത്രി ആയിട്ടല്ല പ്രവർത്തിക്കേണ്ടത്, കേരളത്തിൻ്റെ ആകെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കണം. ഇതിന് പകരം അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് ശരിയാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ ആലോചിക്കുക. രണ്ട്, യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. ഗവൺമെൻറ് ലീഡർമാരെ നിയമിച്ചിട്ടുള്ളത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലിസ്റ്റ് പ്രകാരമാണ് എന്നൊരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ലിസ്റ്റ് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അത് ഞങ്ങൾ AGയുമായി ചർച്ച ചെയ്തു. എൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എല്ലാവരും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു വച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഈ 2 പേരുണ്ട്. ആ ലിസ്റ്റിൽ നിന്നല്ലാതെ ഞങ്ങൾ വേറെ ആൾ എടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ AGയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാതെ ലോയേഴ്സ് കോൺഗ്രസ് നൽകുന്ന അടിയിലല്ല ഞങ്ങൾ ഒപ്പിട്ടത്. അപ്പോൾ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം ലോയേഴ്സ് കോൺഗ്രസ് നൽകിയിട്ടുള്ള ലിസ്റ്റാണ് എന്ന് ഭരണഘടനാ പ്രകാരം പ്രീതിയോ പ്രത്യേകമായ താല്പര്യമോ ഇല്ലാതെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരാൾ മാധ്യമങ്ങളിലൂടെ സമൂഹത്തോട് പരസ്യമായി സംബന്ധിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ നടത്തിയിരിക്കുന്നു. സ്വജനപക്ഷപാതമാണ് നടത്തിയിട്ടുള്ളത്. തൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടന നൽകിയ ലിസ്റ്റിലാണ് അടിസ്ഥാനം. ആ ലിസ്റ്റ് ഞങ്ങൾ AGയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ചട്ടം പൂർണ്ണമായിട്ട് ലംഘിച്ചിരിക്കുന്നു. കേരള ഗവൺമെൻറ് ഗവൺമെൻറ് ലീഗൽ ഓഫീസേഴ്സ് റൂൾസ് പ്രകാരം AG നൽകുന്ന പാനലിൽ നിന്നാണ് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്, റൂളാണ്. അതിന് പകരം ലോയേഴ്സ് കോൺഗ്രസ് നൽകി ലിസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ AGയുമായി ചർച്ച ചെയ്തു എന്ന് ഭരണഘടനാ പ്രകാരം ചുമതലയെടുത്തൊരു മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഭരണഘടനാ പ്രകാരമാണെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തൻ്റെ പാർട്ടിക്ക് വേണ്ടി ഗവൺമെൻറ് വക്കീലന്മാരെ നിയമിച്ചിരിക്കുന്നു. ആ കടലാസ് വെച്ച് AGയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. റൂൾ വായിച്ചു നോക്കണ്ടേ? മുഖ്യമന്ത്രി എല്ലാം പഠിച്ചു പറയുന്ന ആളല്ലേ. അവർക്ക് ശുപാർശ നൽകാൻ ഏതൊരാൾക്ക് പോലും മന്ത്രിമാർ, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതേപോലെ തന്നെ പറഞ്ഞു, മന്ത്രിമാരുടെ ശുപാർശയാണ് AIക്ക് പോലും പരിശോധിക്കാൻ പറ്റില്ല, അവർ ആർക്കൊക്കെ വേണ്ടി വാദിച്ചിട്ടുണ്ട് എന്നുള്ളത്. റൂള് വളരെ കൃത്യമാണ്. റൂള് പറയുന്നത് AG നൽകുന്ന പാനലിൽ നിന്ന് വേണം അഭിഭാഷകരെ നിയമിക്കാൻ. അപ്പോൾ AGയുടെ പാനലില്ല എന്നിപ്പോൾ വ്യക്തമായി. 2, ഇവർ നൽകിയ ലിസ്റ്റാണ് അടിസ്ഥാനം എന്ന് വ്യക്തമായി. 3, ആ ലിസ്റ്റ് വെച്ചിട്ടാണ് AGയുമായി ചർച്ച ചെയ്തത്. പ്രകടമായി ചട്ടലംഘനം, ഭരണഘടനാ ലംഘനം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പഠിച്ച കാര്യങ്ങൾ പറയുന്നതിൽ നടപടിക്രമങ്ങൾ പഠിക്കാനും കുറച്ച് സമയം, ഞങ്ങളെയൊക്കെ ആക്രമിക്കാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കാണിക്കുന്ന ഉത്സുകത നടപടിക്രമങ്ങൾ പാലിക്കാൻ എടുക്കണം. 2, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ നിയമം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം 3 6 പേരെ നിയമിച്ചില്ലേ? എന്തെങ്കിലും നടപടിക്രമം പാലിച്ചിട്ടാണോ? ഞങ്ങൾ 23 പേരെ വന്നു. AG പറഞ്ഞു ഞങ്ങളത് സാമ്പത്തികം നോക്കി, എന്നിട്ട് ഞങ്ങൾ ഈ 12 1 13 മതിയും തീരുമാനിച്ചു. അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ എല്ലാ കടലാസും അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും.
ഇതൊന്നും കിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവ് വായിച്ചു നോക്കേണ്ട ഒരു മുഖ്യമന്ത്രി സാധാരണ പൗരന് കിട്ടുന്ന ഒരു ഗവൺമെന്റ് ഉത്തരവ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് 2025 ജൂൺ 19 ആ ഗവൺമെന്റ് ഉത്തരവിന്റെ ഒപ്പം ക്യാബിനറ്റ് നോട്ടും പബ്ലിക് ഡൊമൈനിലുണ്ട്. മുഖ്യമന്ത്രി ആകണ്ട, മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ പദവി വേണ്ട ഈ കടലാസ് കിട്ടാൻ. ഏതൊരു മനുഷ്യനും പൗരൻ പോലും ആകണ്ട, ഇന്റർനെറ്റ് പരതി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും കിട്ടാവുന്ന ഗവൺമെന്റ് ഉത്തരവാണ്. ആ ഗവൺമെന്റ് ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് മുതലാണ് ഈ ആവശ്യം വച്ചിരിക്കുന്നത്. 2018 ഞങ്ങളുടെ മുൻപിൽ വന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം, 25 ജഡ്ജിമാർ മാത്രമുള്ള സന്ദർഭം, അതിപ്പോൾ ഫങ്ഷണൽ ജഡ്ജിമാർ 40 സ്ട്രെങ്ത് 47 ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് തുടർച്ചയായി കത്തെഴുതി. ആ കത്തെഴുതിയതെല്ലാം ക്യാബിനറ്റ് നോട്ട് 3053 ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇത് എൻ്റെ കയ്യിലുള്ള രഹസ്യരേഖയല്ല, പബ്ലിക് ഡൊമൈനിൽ ലഭിക്കുന്ന രേഖയാണ്. അതിനകത്തിൻ്റെ ചരിത്രം എല്ലാം പറയുന്നുണ്ട്. 2000 എന്നാണ് പുതിയത് വന്നിട്ടുള്ളത്. 2018 AG കത്ത് നൽകി. പ്ലീഡർമാരുടെ എണ്ണം 9 വീതം എന്ന് വെച്ചാൽ 18 പേരെ പുതുതായി സൃഷ്ടിക്കണം. അതിന് കാരണം 9 ജഡ്ജിമാർ പുതുതായി നിയമിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അത് പരിഗണിക്കപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കത്ത് 19 നൽകി. പിന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വീണ്ടും ഈ കത്ത് നൽകി. അങ്ങനെ ഓരോ തവണ നൽകി. 25 ജഡ്ജിമാരുള്ളപ്പോൾ ഉള്ളത് 40 ജഡ്ജിമാരായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ളത് ഇത്രയും വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഗവൺമെൻറ് ഉത്തരവുള്ളപ്പോൾ ഒരു മുഖ്യമന്ത്രി നടപടിക്രമങ്ങളൊന്നും അവർ പാലിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെയല്ല എന്ന് എങ്ങനെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഓരോന്നും കഴിയുമ്പോൾ ക്രെഡിബിലിറ്റി കുറയല്ലേ? അതല്ലേ ഞങ്ങൾ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കണ്ടേ? എല്ലാം വായിച്ചു പഠിക്കുന്ന ആളല്ലേ. ഇപ്പം സംഭവിച്ചു, ഈ ഉത്തരവ് വന്നിരിക്കുന്നത് 19/6/2025 ഞങ്ങൾ 21 ചുമതല എടുത്തല്ലോ ഞാൻ മന്ത്രിയായിട്ട്. ഏറ്റവും ഈ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് അവരാവശ്യപ്പെട്ടതിൽ നിന്ന് ഫിനാൻസിൻ്റെ അഭിപ്രായം പരിഗണിച്ച് ആദ്യം അത് റിജക്റ്റ് ചെയ്തു. വീണ്ടും ജഡ്ജിമാരുടെ എണ്ണം കൂടി. അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു കേസുകളുടെ എണ്ണം എത്രയുണ്ട്, ഓരോ വക്കീൽ എത്ര കേസ് കൈകാര്യം ചെയ്തു, ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും AG നിയമ സെക്രട്ടറി ചർച്ച നടത്തി. അത് വീണ്ടും ഫിനാൻസിലേക്ക് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവിൽ ഞങ്ങൾ 6 എണ്ണം വെച്ചത്. ഇന്ന് അദ്ദേഹം പറയുന്നു പഠിച്ചു പറയണ്ടേ, 3 സ്പെഷ്യൽ പ്ലീഡർമാർ 3 GP-മാരെയും. ആരാ സ്പെഷ്യൽ പ്ലീഡർമാർ വെച്ചേക്കണേ? 3 സീനിയർ GP 3 GP. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവാകുമ്പോൾ എന്തു പറയാം, വായുരിക്കിടാം. ഇത് ഭരണഘടനാ പദവിയാണ്. അദ്ദേഹം പറയുന്നതാണ് ആധികാരികമായി ഗവൺമെന്റിന്റെ വസ്തുതാപരമായ നിലപാട്. ഈ രേഖയുള്ളപ്പോൾ ഞങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് എന്തടിസ്ഥാനത്തിൽ, ഏത് പഠിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്? ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പഠിച്ചു വയ്ക്കുന്നയാൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര 12 പേര് ഇവിടെയും ഒരാളെ സീനിയർ GP ആയിട്ട് സുപ്രീം കോടതിയിൽ പൊതുവെ പോസ്റ്റ് സൃഷ്ടിച്ചത്? ആ പോസ്റ്റ് സൃഷ്ടിക്കണമെന്നുള്ളത് ഫിനാൻസിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ മന്ത്രിസഭയിലെല്ലാം GP-മാരെ നിയമിക്കുന്നത് സാധാരണ അജണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം GP-മാരെ വെച്ചത് സാധാരണ അജണ്ടയാണോ ഔട്ട് ഓഫ് അജണ്ടയാണോ? ഔട്ട് ഓഫ് അജണ്ട ആകുമ്പോൾ ഈ ഫയലുകളും അതിൻ്റെ രേഖകളും ഒന്നും തന്നെ നോക്കാൻ മറ്റു മന്ത്രിമാർക്ക് അവസരം കിട്ടില്ല. അപ്പോൾ പ്രകടമായി കോൺഗ്രസിന്റെ ലിസ്റ്റാണ് എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു. 2, അദ്ദേഹം ഞങ്ങൾ നടപടിക്രമം പാലിക്കാതെ വെച്ചു എന്നുള്ളത് വസ്തുതാപരമായി തെറ്റ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. ഞങ്ങൾ 25 ജഡ്ജിമാരുള്ളിടത്ത് 40 പേരായപ്പോഴാണ് 3 സീനിയർ GP 3 GP-യെ 3 തവണ റിജക്ട് ചെയ്തതിനു ശേഷം സാമ്പത്തിക സ്ഥിതി എല്ലാം പരിശോധിച്ച് എണ്ണം ചുരുക്കി തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ വന്ന ഉടൻ തന്നെ ലിസ്റ്റിനനുസരിച്ച് കട്ടിലിനനുസരിച്ച് കട്ടിലിനനുസരിച്ച് ആളുടെ കാല് മുറിക്കുന്ന പോലെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരാളല്ലേ? സ്പെഷ്യൽ GP-മാരെ ഇങ്ങനെ നിയമിച്ചൊരു കാലുണ്ടോ? ഇപ്പം എത്ര സ്പെഷ്യൽ GP-മാരെ നിയമിച്ചു? ആ ഉത്തരവ് നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടാവുമല്ലോ. സ്പെഷ്യൽ GP എന്ന് പറയുന്നുള്ളൂ, ബാക്കി AG തീരുമാനിക്കും. ഇതിനു മുൻപുള്ളത് എങ്ങനെയാ? ഒരു വകുപ്പ് ആവശ്യപ്പെടും. ഇപ്പം ഞാൻ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആവശ്യം വന്നു, ഞങ്ങൾക്കൊരു പ്രത്യേക GP വേണം, സ്പെഷ്യൽ GP ആയിട്ട് വേണം. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിലവിലുള്ള സ്പെഷ്യൽ GP-മാർ കൈകാര്യം ചെയ്യുന്ന കേസുകളുടെ എണ്ണം എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തന്നെ വകുപ്പാണ് വ്യവസായം. വ്യവസായത്തിലുള്ള സ്പെഷ്യൽ GP-യുടെ എണ്ണം, കേസുകളുടെ എണ്ണം കുറവാണ്. അപ്പം ആ പോസ്റ്റ് മാറ്റി എഡ്യൂക്കേഷൻ GP കൊടുത്തു. ഇങ്ങനെയാണ് തീരുമാനിക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യൽ GP ഓരോ വകുപ്പ് ആവശ്യപ്പെടും, അവർ പറയുന്നത് ഞങ്ങളുടെ കേസുകൾ നടത്തി പരിചയമുള്ള അഭിഭാഷകനെ വേണം. ഇത് ഏത് വകുപ്പാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്?
അതിനകത്ത് പ്രാഗൽഭ്യമുള്ള ആളാണ് എന്ന് ഏതെങ്കിലും തരത്തിലും ഒരു ചെറിയ സൂചനയെങ്കിലും നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടോ? നിങ്ങളാണ് തീരുമാനിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ AGക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ അല്ലല്ലോ നടപടിക്രമം. ഇപ്പോ ദേവസ്വം കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നയാൾ ഏറ്റവും പ്രാവീണ്യമുള്ള ആളാണ് എന്ന് കണ്ടാൽ അദ്ദേഹത്തെ ഏൽപ്പിക്കാം. കേസുകൾ കൂടിയിട്ടുണ്ട്. ഇതാരാണ് എന്താ? അപ്പൊ പൂർണ്ണമായിട്ടും നടപടി അദ്ദേഹം തന്നെ ഇന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ നടപടിക്രമമാണ്, നിങ്ങൾ ഏഷ്യാനെറ്റ് ചോദിക്കുന്ന പോലും തീരുമാനിക്കാൻ പറ്റില്ല, നടപടിക്രമമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏത് നടപടിക്രമം പാലിച്ചു? അപ്പൊ നടപടിക്രമം പാലിച്ചിട്ടില്ല, ചട്ടം ലംഘിച്ചിരിക്കുന്നു. ഇന്ന് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, പ്രീതിക്കനുസരിച്ച് നിയമനം നടത്തി എന്നത് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. രണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം വിഴിഞ്ഞപ്പോൾ സംബന്ധിച്ച് എല്ലാ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിച്ച ചില കാര്യങ്ങൾ പൊതുവായി ഞാൻ നേരത്തെ നടത്തിയ പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തി 2-3 കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ? ഇപ്പൊ പഴയ നിയമമന്ത്രി പറഞ്ഞു കേട്ടില്ലേ, ഓഹരി കൈമാറാൻ അവർക്ക് അവകാശമുണ്ട്, പിന്നെന്താ കുഴപ്പം? അപ്പൊ ആളുകൾ വിചാരിക്കാവോ ഇവർ നിലപാട് മാറ്റിയോ? ഞങ്ങളും നേരത്തെ മുഴുവൻ നടത്തിയ പ്രതികരണങ്ങൾ എന്താ? ഈ കരാർ അനുസരിച്ച് ഓഹരി കൈമാറാൻ അവർക്ക് അവകാശമുണ്ട്, പക്ഷെ പ്രയർ അപ്രൂവൽ വേണമെന്നാണ് കരാറിനകത്ത് 5(3) വ്യവസ്ഥ ചെയ്യുന്നത്. ഈ പ്രയർ അപ്രൂവൽ ഇല്ല എന്ന് സെബിക്ക് നൽകിയ കത്തിൽ അവർ എഗ്രിമെന്റിനകത്ത് ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നൽകിയ കത്തിൽ പറയുന്നു ഞങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഇൻഫോർമേഷൻ എന്നല്ല കരാറിനകത്തുള്ളത്, പ്രയർ അപ്രൂവൽ എന്നാണ്. വെറും അപ്രൂവൽ എന്നല്ല, പ്രയർ അപ്രൂവൽ എന്നാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, വിഴിഞ്ഞം പോർട്ട്, അദാനി, അതിനെല്ലാം 10 വർഷം ഞങ്ങൾ നടത്തിയ ശ്രമങ്ങൾ അത് ശക്തിപ്പെടുത്തണം, അതിനകത്തും തർക്കമില്ല. പക്ഷെ പ്രയർ അപ്രൂവൽ അത് ഇല്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, 5(9) പ്രകാരം 250 കിലോമീറ്ററിനകത്ത് അദാനി കമ്പനി മറ്റൊരു പോർട്ട് നിക്ഷേപം നടത്താൻ പറ്റില്ല. 250 കിലോമീറ്ററിനകത്ത് പോർട്ടിനകത്ത് പ്രധാനമായും നിക്ഷേപമുള്ള ആളുകൾ വിഴിഞ്ഞത്തും നിക്ഷേപം നടത്താൻ പാടില്ല. ഈ ഭാഗവും നിങ്ങൾ പരിശോധിക്കണം. അന്ന് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞു കേരള താല്പര്യം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും, വേണമെങ്കിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാം, നമുക്ക് പൊതുവായി ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുന്നത്, വിഴിഞ്ഞത്തിന് വലിയ സാധ്യതയുണ്ടെന്നതിൽ നിങ്ങൾക്കും തർക്കമില്ലല്ലോ, ഞങ്ങളോട് പറയാം, ഞങ്ങൾക്കും തർക്കമില്ല, നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം, ഒന്നിച്ച് നിൽക്കണം. ഇതാണ് സ്റ്റേറ്റ്മാൻഷിപ്പ്, ഇതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നത്. അതിന് പകരം രാഷ്ട്രീയമായ മറുപടിയിലേക്ക്, ആ രൂപത്തിൽ ഒരു ആത്മസംതൃപ്തി കിട്ടുമ്പോൾ താർക്കികന്റെ റോളിലേക്ക് ഒരു കാരണവശാലും മുഖ്യമന്ത്രി പോകുന്നത് അദ്ദേഹത്തിനും നല്ലതല്ല, നാടിനും നല്ലതല്ല. അതാണ്. പിന്നെ നോക്കൂ, അദ്ദേഹത്തിന് താർക്കിക വൈദഗ്ധ്യം കാണാൻ ഇന്നത്തെ ചോദ്യം മറുപടി നോക്കിയാൽ മതി. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? നിങ്ങൾക്കാർക്കും കിട്ടാത്ത വാർത്ത ദേശാഭിമാനിക്ക് മാത്രം കിട്ടിയില്ലേ? എവിടെ സോഴ്സ്? ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ നോക്കിക്കോളൂ അവതരണം. അപ്പോ അന്ന് ഞാൻ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആദ്യം എക്കണോമിക് ടൈംസ് ആണ്, പിന്നെ മാതൃഭൂമി കൊണ്ടുവന്നു. മാതൃഭൂമി പത്രം പോലും പിറ്റേ ദിവസം ഞങ്ങളുടെ വാർത്തയായിരുന്ന ഒരു അവകാശവാദം പ്രാധാന്യത്തോടു കൂടി കൊടുത്തില്ല എന്നുള്ളത് വേറെ കാര്യം. പിറ്റേ ദിവസം പത്രം നോക്കിയാൽ ഞങ്ങളാണ് കൊടുത്തതെന്ന് ഒരു പത്രം പറയില്ലോ, അത് ആ ക്രെഡിറ്റ് നിങ്ങൾ ദേശാഭിമാനിക്ക് കൊടുക്കല്ലേ എന്ന് മാതൃഭൂമിക്ക് പറയാവുന്നതാണ്. പക്ഷെ അവരത് പിറ്റേ ദിവസം പറഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇന്ന് അദ്ദേഹം ആ ചോദ്യം വന്നപ്പോൾ ആ വാർത്ത മാറ്റി. അന്ന് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഗവൺമെന്റുമായി കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ചർച്ചകൾ നടന്നിരിക്കാം, അത് ഗവൺമെന്റിന് അറിയാമായിരുന്നു എന്നതിന്റെ തെളിവെന്താ? ദേശാഭിമാനിയിൽ മാത്രമേ വാർത്ത വന്നുള്ളൂ. 3 തവണ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? നിങ്ങൾ മറ്റ് മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ദേശാഭിമാനിക്ക് മാത്രമല്ലേ കിട്ടിയത്? ഇതല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്ത് പറയണമായിരുന്നു? ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കാൻ ആളൊന്നുമല്ല, അദ്ദേഹത്തെ പോലെ ഇത്രയും പ്രഗത്ഭനും പ്രാവീണ്യവും അനുഭവ സമ്പത്തും ഉള്ള ഒരു ആളോട് ഞാൻ ഉപദേശിക്കാൻ ആളല്ല. പക്ഷെ മുഖ്യമന്ത്രി എന്ന അദ്ദേഹം എന്ത് പറയണമായിരുന്നു? അന്ന് ഈ 2 വാർത്തകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷെ മറ്റേ കാര്യമൊക്കെ അദ്ദേഹം പറയാം, ദേശാഭിമാനി ഇങ്ങനെ എഴുതിയില്ലേ, അതെല്ലാം അദ്ദേഹത്തിന് ഞങ്ങളോട് വിമർശിക്കാം. പക്ഷെ ഇന്ന് അദ്ദേഹം അത്രയെങ്കിലും സത്യസന്ധത സമൂഹത്തോട് കാണിക്കണ്ടേ? ആ 2 വാർത്തയും, എക്കണോമിക് ടൈംസിന്റെ വാർത്തയും ഈ വാർത്തയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയുണ്ട് എന്ന് അദ്ദേഹത്തിന് വാദിക്കാം. അതിന് പകരം എന്തിനാ അദ്ദേഹം ആ നേരെ ചോദ്യം മാറുന്നത്? ഇതും വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഭാഗമാണ്. പിന്നെ പ്രൊസീജിയർ അദ്ദേഹം പറഞ്ഞല്ലോ, ചികിത്സ, ശരിക്കും അദ്ദേഹം ഉമ്മൻചാണ്ടിയാണോ ഉദ്ദേശിച്ച സംശയമുണ്ട്. കടലാസിൽ എഴുതി ചികിത്സാ സഹായം കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷമാണ് പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം പൂർണ്ണമായിട്ട് ഓൺലൈനിലേക്ക് മാറ്റി. നേരത്തെ MLA-മാർ പോയി വീട്ടിൽ കൈമാറും, ഞങ്ങൾ പലർക്കും അപേക്ഷ വാങ്ങിക്കാം, കടലാസിൽ എഴുതി കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
അതിനെ അംഗീകരിക്കുന്നവരുണ്ട്. അതിനെ അധിക്ഷേപിക്കാൻ പാടില്ല. ഈ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണമെന്ന് പറയാം. അപ്പോൾ അത്തരം ഒരു പരാമർശങ്ങൾ നടത്തിയതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പ്രതികരണങ്ങൾ വ്യക്തിപരമായി കൂടി കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു. ഏത് സർക്കാരായാലും നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നില്ല. മുൻപ് കഴിഞ്ഞ സർക്കാർ പല വിഷയങ്ങളിലും നടപടിക്രമങ്ങൾ പാലിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിനെ കളിയാക്കി വിമർശിക്കുകയൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഈ സർക്കാരിനെ ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് അല്ല, അദ്ദേഹം ഒരു നടപടിക്രമവും പാലിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ GP-മാരുടെ നിയമനത്തിൽ കണ്ടത്. എന്നാൽ വേറെ സന്ദർഭത്തിൽ നടപടിക്രമം പറയുന്നു. കഴിഞ്ഞ തവണ ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രി നടപടിക്രമം പറഞ്ഞപ്പോൾ അവരെവരെ ശക്തമായ നിലപാട് ഉറപ്പിച്ചതാണ്. പിന്നെ ഇപ്പോൾ നോക്കൂ, അവർ ഞങ്ങളെ കണ്ടു. ഇപ്പോൾ ഇവർ കണ്ടതിനെക്കുറിച്ച് വിവാദം വന്നല്ലോ. ഞാൻ എന്നോട് ഡൽഹിക്കാർ ചോദിച്ചു കാണേണ്ട ഒരു മുഖ്യമന്ത്രിയെ കാണാം. പക്ഷെ പ്രശ്നം എന്താണ്? നേരത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും അത് അധിക്ഷേപമായിരുന്നു, ഡീലായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ ഡീലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ചർച്ച ചെയ്യാൻ ആരെങ്കിലും MP പോയാൽ പാലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഔദ്യോഗിക പദവികളില്ലാത്തവരുന്നവരെ കാണേണ്ടി വരും. പക്ഷെ നിങ്ങൾ അത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞത് കൂടി ഓർക്കണം എന്ന് മാത്രം. ഇത് U-turn അല്ല. നേരത്തെ പറഞ്ഞത് ചിലർ പറയണം ഞാൻ തെറ്റ് മനസ്സിലാക്കി, നല്ലത് തന്നെ. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, വോട്ട് കിട്ടാൻ, അധികാരം കിട്ടാൻ വേണ്ടി എടുത്ത നിലപാടുകളിൽ നിന്ന് മലക്കം മറയുകയാണ്. അത് ഒരു തെറ്റ് പറ്റി തിരുത്തലല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞു ബജറ്റിൽ പറഞ്ഞു. ബജറ്റിൽ അദ്ദേഹം പറഞ്ഞു നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കൗൺസിൽ കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി ചെയർമാൻ, വ്യവസായ മന്ത്രി ഉപാധ്യക്ഷൻ. ഇപ്പം ഞാൻ പത്രക്കാരോട് പറഞ്ഞു, ഒരു നിയമം അദ്ദേഹം 10 വർഷം മേധാവായിരുന്നപ്പോൾ നിയമസഭ പാസ്സാക്കി. മുഖ്യമന്ത്രി അധ്യക്ഷൻ, വ്യവസായ മന്ത്രി കോ ചെയർമാൻ, റവന്യൂ മന്ത്രി, അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ, ലേബർ മിനിസ്റ്റർ, പവർ മിനിസ്റ്റർ എല്ലാം വൈസ് ചെയർമാനുമാരുമായി ഒരു ബ്യൂറോ രൂപീകരിച്ച് നിയമം രാജ്യത്ത് വന്നു, സംസ്ഥാനത്ത് വന്നു. അദ്ദേഹം കൂടി നിയമസഭയിൽ ഉള്ളപ്പോഴാണ്. അപ്പോൾ അത് മറച്ചു വെച്ചിട്ട് എന്തിനാണ് ഇത് പറയുന്നത്? ഞങ്ങളുടെ കേരള ബ്രാൻഡ് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ മുൻപിലാണ് ബ്രാൻഡ് പ്രഖ്യാപിക്കുന്നത്, ബ്രാൻഡിന് അർഹമായവർക്ക് ബ്രാൻഡിൻ്റെ മാർക്ക് കൊടുക്കുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വിശദമായി പറയുകയാണ്, ചരിത്രത്തിലാദ്യമായി ഇതാ ബ്രാൻഡിങ് കേരള, പുതിയൊരു കോൺസെപ്റ്റ്. ശരിയാണ്, മാറ്റിയിട്ടു. കേരള ബ്രാൻഡിങ് കേരളയാക്കി. നമ്മൾ വസ്തുതയായിട്ട് കാണണം. അതാണ് നമ്മുടെ ഒരു ചുമതല. ആ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചുമതലയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് ഉയരാൻ ശ്രമിക്കണമെന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അപ്പോൾ അതായത് ഇതിപ്പോൾ എങ്ങനെയാണ് അത് പ്രതികരിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇത് ഗവൺമെൻറ് ഉത്തരവല്ലേ. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഞാൻ എടുത്തില്ല. കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും എണ്ണം കൂടിയപ്പോഴാണ് എൻ്റെ ധാരണ 17. ഇതിനകത്ത് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് ക്യാബിനറ്റ് നോട്ട് ഉൾപ്പെടെ കിട്ടും. ഇങ്ങനൊരു ക്യാബിനറ്റ് നോട്ട് എന്ത് ഇപ്പോൾ വരാത്ത ഈ ജിയോടൊപ്പം? നിങ്ങൾ വിവരാവകാശം ചോദിക്കുന്നവരാണല്ലോ, ചോദിച്ചു നോക്കൂ. സാധാരണ അജണ്ടയാണോ അതോ ഔട്ട് ഓഫ് അജണ്ടയാണോ? ഔട്ട് ഓഫ് അജണ്ടയാണെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യില്ല, ക്യാബിനറ്റിൽ അപ്പം തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ AGയുടെ ശുപാർശയില്ല. കഴിഞ്ഞവണയും പറഞ്ഞു മന്ത്രിമാരെ ശുപാർശ, ഇപ്പോൾ പറഞ്ഞു ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശ. AGയുമായി ചർച്ച ചെയ്തു. നിങ്ങൾ കേരള ഗവൺമെൻറ് ലോ ഓഫീസേഴ്സ് റൂൾ നോക്കിക്കോളൂ. പാനൽ കൊടുക്കണം. പാനൽ കൊടുക്കണേ സ്പെഷ്യൽ പ്ലീഡർമാരുടെ പാനൽ എങ്ങനെ AG കൊടുക്കും? സ്പെഷ്യൽ പ്ലീഡർമാരുടെ പാനൽ AG കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ആദ്യം ഈ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ വരണം. ആ ശുപാർശ ധനകാര്യ വകുപ്പിലേക്ക് പോകണം. ധനകാര്യ വകുപ്പ് കണ്ട് ധനകാര്യ മന്ത്രിയുടെ അംഗീകാരത്തോടു കൂടി അംഗീകരിച്ച് നിയമവകുപ്പിന് കൊടുക്കണം. നിയമവകുപ്പ് ആ പോസ്റ്റ് അംഗീകരിച്ച് മന്ത്രിസഭയിൽ വന്ന് അംഗീകരിച്ചാലാണ് പിന്നെ AGയുടെ ശുപാർശ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു മന്ത്രി, ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ലേബർ, ഹെൽത്ത്, പവർ, എക്സൈസ്, കോർപ്പറേഷൻ, ഹോം, ഏത് വകുപ്പെടുത്താലും എത്ര വകുപ്പെടുത്താലും പ്രശ്നമില്ല. ഈ 3 വകുപ്പുകൾ വരുമ്പോൾ ഇത് ധനകാര്യം നോക്കണം, നിയമം നോക്കണം, മുഖ്യമന്ത്രി ഒരാൾ തന്നെയാണ്. അല്ല, അതിനെന്ന് വെച്ചാൽ പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ. ഈ അഭിപ്രായങ്ങളെല്ലാം നോക്കിയിട്ട് AGയാണ് ചട്ടപ്രകാരം ശുപാർശ നൽകേണ്ടത്. മന്ത്രിമാർക്ക് ശുപാർശ നൽകാൻ അധികാരമില്ല. മുഖ്യമന്ത്രിക്ക് തന്നെ ഇന്നാളെ വയ്ക്കണമെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ആ ശുപാർശ വരുമ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ സമയത്ത് ആ ശുപാർശ എനിക്ക് ഓർമ്മയുണ്ട്. AG തന്നെ പറയും
ഇന്നെ ആളുകളായിരിക്കും കുറേ കൂടി പരിഗണിക്കാവുന്നത്. അത് വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് അയക്കും. മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ വയ്ക്കാൻ പറഞ്ഞാൽ ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ട് അതിൽ ആരൊക്കെ വേണമെന്ന് ക്യാബിനറ്റ് കളക്റ്റീവായി തീരുമാനിക്കുകയും ചെയ്യുക. അല്ലാതെ ലോയേഴ്സ് കോൺഗ്രസിന് അധികാരമില്ല, മന്ത്രിമാർക്ക് അധികാരമില്ല, വേറെ അദ്ദേഹം പറഞ്ഞ KS യൂണിറ്റിനും അധികാരമില്ല. ബാക്കി എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. അത് AG പരിശോധിക്കണ്ടേ? പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞ ലംഘനം തന്നെ നടത്തിയെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞ് എന്ത് ചെയ്യും? അല്ല, ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. ഇപ്പം അദ്ദേഹം പരസ്യമായി പറഞ്ഞേക്കല്ലേ ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഇത് വെച്ചിട്ടാണ് വന്നിരിക്കുമ്പോഴെന്ന്. പ്രീതിയോ ഇതൊന്നും കൂടാതെ വേണ്ടേ ഇത് നിർവഹിക്കാൻ? പേരുകളൊക്കെ വരും, അതൊക്കെ പലതരത്തിൽ വരാം, ചർച്ചകളൊക്കെ ചെയ്യാം. പക്ഷെ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കണ്ടേ? അല്ല, ഞാനതിൻ്റെ ആ ഭാഗം നേരത്തെ പറഞ്ഞല്ലോ. സ്പെഷ്യൽ GP സാധാരണ വരുന്നത് ഒരു വകുപ്പ് പറയുകയാണ് ഞങ്ങളുടെ കേസുകൾ എണ്ണം കൂടുതലാണ്, പിന്നെ ഞങ്ങളുടെ കേസിൽ പല വക്കീലന്മാർ GP-മാരാകുമ്പോൾ മാറും. ഇപ്പം ഇന്ന് വരുന്ന ആളാകണമെന്നില്ല, അടുത്ത ദിവസം വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരാം. ഒരേ GP ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആൾ തന്നെയാണ് വരേണ്ടത് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തും. ഗവൺമെൻറ് AG-ക്ക് അയക്കും. AG അപ്പോൾ അവരുടെ അഭിപ്രായം അറിയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഞങ്ങളുടെ കാലത്ത് അനുഭവം പറഞ്ഞല്ലോ. എഡ്യൂക്കേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്തോ, വെറുതെ ചിലവ് കൂട്ടണ്ട. ഇൻഡസ്ട്രിയുടെ പ്ലീഡറുടെ പോസ്റ്റ് സ്പെഷ്യൽ പ്ലീഡർ ഇൻഡസ്ട്രിയും ഉള്ളത് സ്പെഷ്യൽ പ്ലീഡർ എഡ്യൂക്കേഷനാക്കി മാറ്റി, ജനറൽ എഡ്യൂക്കേഷനാക്കി. പിന്നെ ആ വയ്ക്കുന്ന വക്കീല് ആ മേഖലയ്ക്കകത്ത് പ്രാവീണ്യമുള്ള ആളായിരിക്കണമെന്നതുകൂടി കണക്കിലെടുത്തിട്ടാണ് സ്പെഷ്യൽ വരുന്നത്. ഈ സ്പെഷ്യൽ പ്ലീഡർ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാലും തുടരാം. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ നിയമിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സീനിയറായ ആളുകളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം ഇതിനകത്ത് വന്നു. ഞങ്ങളുടെ മുൻപിലും റിട്ടയർ ചെയ്യുമ്പോൾ വരാറുണ്ട്. ഇപ്പോൾ സീനിയറായ ഒരാൾ 60 കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും, അല്ലെങ്കിൽ GP ആയ ഒരാൾ 60 കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിവേദനങ്ങൾ AG-ക്ക് വരും, ഗവൺമെൻറ് പല രീതിയിൽ വരും. ഇതൊന്ന് സ്പെഷ്യൽ GP പോസ്റ്റായിട്ട് ഉയർത്തണം എന്നൊക്കെ പറഞ്ഞ നിവേദനങ്ങൾ വരാം. പക്ഷെ ഞങ്ങൾ അതിനനുസരിച്ച് ഉയർത്തിയിട്ടില്ല. അല്ല, അതിനൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഏതെങ്കിലും നിയമാനുസൃതമായിട്ടുള്ള സംഘടനകൾ, അതുമായിട്ടുള്ള വ്യക്തികൾ, പരാതിക്കാർ എല്ലാവരും കേൾക്കേണ്ടി വരും. അത് വന്നാൽ കാണാനും തെറ്റില്ല. പക്ഷേ നിങ്ങളുടെ സമീപനം എന്തായിരുന്നു? മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഔദ്യോഗികമായി കണ്ടാൽ പോലും ഡീലാണ് എന്ന് പറഞ്ഞ ആളുകൾ പരവതാനി വിളിച്ച് സ്വീകരിക്കുന്നു. എന്നാൽ മറുവശത്ത് ഇപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല, KPCC സെക്രട്ടറി പോയിട്ട് കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ പറയുന്നു. എന്നാൽ ഇവർക്ക് മാത്രം കിട്ടുകയും ചെയ്യുന്നു. അവരെ കാണുന്നതിലൊന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ എൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി വരുന്നു, അല്ലെങ്കിൽ ഒരു സംഘടന വരുന്നു, അവരെല്ലാം നമ്മൾ കാണേണ്ടി വരും. നമ്മൾ ആ സമയത്ത് അപ്പോയിൻമെൻറ്റ് കൊടുത്തും കാണേണ്ടി വരും, അല്ലാതെ നിവേദനമായി വന്നാലും കാണേണ്ടി വരും. പക്ഷെ ഇതുവരെ ഇതിനെയാണ് മറക്കം മറിച്ചിലെന്ന് പറയുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്നയാൾ പ്രധാനമന്ത്രി കണ്ടാലും, മുഖ്യമന്ത്രി ആയിരുന്നാൽ ആഭ്യന്തരമന്ത്രി കണ്ടാലും ഡീൽ 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 എന്ന് പറഞ്ഞ ആളുകൾ പരവതാനി വിളിച്ച് സ്വീകരിക്കുമ്പോൾ തെറ്റ് തിരുത്തലാണെങ്കിൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ല, അത് ഇന്നലെ LDF കണ്ടു. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? നിങ്ങൾ ചോദിക്കുകയാണ് KPCC പ്രസിഡന്റ് എന്താവും, അപ്പോൾ അവർ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കട്ടെ. അതൊന്നും മുഖ്യമന്ത്രി പറയേണ്ട കാര്യമാണോ? തർക്കങ്ങൾ എല്ലായിടത്തും. അപ്പം ഞങ്ങൾക്കിടയിൽ തർക്കമുണ്ട്, നിങ്ങൾ അപ്പോൾ അവർക്കിടയിൽ തർക്കമാണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അവരല്ലേ എളുപ്പത്തിൽ കണ്ടെത്തേണ്ടത്. പ്രതിപക്ഷ ഉപനേതാവിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഇന്നലെ LDFൻ്റെ കൺവീനർ CPI സെക്രട്ടറിയുമായി സംസാരിച്ചതിന് ശേഷം കൺവീനർ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിൽക്കുക, അവരാണല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്. അല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ഇപ്പം മുൻ നിയമമന്ത്രി പറഞ്ഞല്ലോ ഓഹരി വിൽക്കാൻ കുഴപ്പമില്ല എന്ന്. ഇപ്പം നിലപാട് മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ എല്ലാവരും ഞങ്ങളുടെ പത്രസമ്മേളനത്തിൻ്റെ ഫയലുകൾ ഉണ്ടാവുമല്ലോ. കാരണം കരാറ് പ്രകാരം ഓഹരി വിൽക്കാം,
എന്നാൽ നിശ്ചിത ശതമാനത്തിന് മുകളിലേക്ക് പോകുമ്പോൾ പ്രയർ അപ്രൂവൽ വേണം. പ്രയർ അപ്രൂവൽ 2 ഘടകങ്ങളുണ്ട്. അത് ആ കരാറിൽ തന്നെ പറയുന്നുണ്ട്. ഒന്ന് നാഷണൽ സെക്യൂരിറ്റി, 2 പബ്ലിക് ഇൻട്രസ്റ്റ്. ആ പബ്ലിക് ഇൻട്രസ്റ്റ് എങ്ങനെ സംരക്ഷിക്കപ്പെടും? അപ്പോൾ അതിൽ 5-9 നിൽക്കുമോ? 5-9 പറയുന്നത് 250 കിലോമീറ്ററിനുള്ളിലുള്ള ഇവരും നിക്ഷേപം നടത്താൻ പാടില്ല എന്നുള്ളതും അവിടെ നിക്ഷേപമുള്ളവർ ഇവിടെ നിക്ഷേപം നടത്താൻ പാടില്ല എന്നുള്ളത് ഇതിനെങ്ങനെ ബാധിക്കും? ഈ വശങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് പ്രയർ അപ്രൂവൽ ഇല്ലാതെ എങ്ങനെ ഇവർ എഗ്രിമെന്റിലേക്ക് പോയി? ഇത് ഗൗരവമായ പ്രശ്നമാണല്ലോ. ഇപ്പൊ ഈ പത്രങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അപ്രൂവ് അങ്ങ് പോവല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ നേരത്തെ എടുക്കുന്ന നിലപാട്. ഇത് ചർച്ച ചെയ്യാതെ പ്രയർ അപ്രൂവൽ ഇല്ലാതെ പോയത് അത് സീരിയസ് ആയിട്ട് ഗവൺമെന്റ് കാണണം. പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഞങ്ങൾ അറിയിച്ചില്ല എന്നാണ് കത്ത് കൊടുത്തത്. അറിയിക്കാമുള്ളതല്ല, അപ്രൂവലും അല്ല, പ്രയർ അപ്രൂവലാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് പാലിച്ചിട്ടില്ല. വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റും അതിന് മുമ്പത്തെ ഗവൺമെൻറ്റുമാണ് അത് നടപ്പിലാക്കാൻ വലിയ രൂപത്തിൽ ശ്രമം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമായി അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. അത് ഇനിയും ശക്തിപ്പെടുത്താൻ നമുക്ക് എങ്ങനെ കഴിയും? അതെല്ലാം കൂട്ടായി തന്നെ ചർച്ച ചെയ്ത് പോകണമല്ലോ. ഓക്കെ.